പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരത്രേ. മനുഷ്യൻ മൃഗമാണോ? ഭാവിയുടെ മനോഹാരിതകൾ മനസ്സിനകത്ത് കുത്തിനുറിച്ചുകൊണ്ട് ഷൊർണൂരിലേക്ക് കൊച്ചിയിൽ ഒരു പെൺകുട്ടി ട്രെയിൻ കയറി. വളഞ്ഞൊഴുകുന്ന നദികളും പച്ചപ്പുതപ്പണിഞ്ഞു കിടന്ന പാതയോരങ്ങളൊന്നും ആ പെൺകുട്ടിയുടെ മനസ്സിനകത്ത് സ്ഥാനം പിടിച്ചില്ല. മണിക്കൂറുകൾ കഴിയുമ്പോൾ താൻ സഞ്ചരിക്കുന്ന തീവണ്ടി ഷൊർണൂരിൽ ചെല്ലും, അനന്തരം വീട്ടിൽ ചെല്ലും. എന്റെ വിവാഹം നടക്കുമെന്നുള്ള പ്രതീക്ഷ മനസ്സിനകത്ത് ചിട്ടുകൊട്ടാരം പോലെ കെട്ടിപ്പൊക്കിയ പെൺകുട്ടിയുടെ ജീവൻ കൊടുങ്കാറ്റിൽ കൊഴിഞ്ഞുപോയ പുഷ്പത്തെ പോലെ റെയിൽവേ ട്രാക്കിൽ പിച്ചി ചിന്തപ്പെട്ടു. അരക്കയ്യനായ ഗോവിന്ദച്ചാമി എന്നറിയപ്പെടുന്ന നരഭ്രാന്തൻ, ആ കാമഭ്രാന്തനായിരിക്കുന്ന മനുഷ്യൻ ആ പെൺകുട്ടിയെ മൃതിയുടെ ലോകത്തിലേക്ക് വലിച്ചിടിച്ചു. ഞാൻ ചോദിക്കട്ടെ, അരക്കയ്യനായ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആ മനുഷ്യ മൃഗത്തെക്കാൾ അതപ്പതിച്ചവരല്ലേ? അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മനുഷ്യൻ മൃഗമാണോ? സിനിമയിൽ അഭിനയിക്കാമെന്ന നിരവധി പേരെ കബളിപ്പിച്ച് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി അനവധി പേർക്ക് കാഴ്ചവെച്ച ലത എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നമ്മുടെ ഭാരത മനസ്സിൽ നിന്ന് മറിഞ്ഞിട്ട് നാളുകളായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ആ സ്ത്രീ ഒരു മൃഗമല്ലേ? സ്വന്തം അമ്മ വസ്ത്രം മാറുന്ന രംഗങ്ങളെ അലമാരയുടെ മറവിൽ നിന്ന് മൊബൈൽ പകർത്തി വിദേശത്തേക്ക് അയച്ചു കൊടുത്ത് പണം പറ്റിയ ഒരു ചെറുക്കന്റെ കഥ ചില നാളുകൾക്ക് മുമ്പ് മലയാളികളുടെ പത്രങ്ങൾക്കകത്ത് നിറഞ്ഞു നിന്നൊരു വാർത്തയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ ചെറുക്കൻ ഒരു മൃഗമല്ലേ? ഇങ്ങനെ നീളുന്നു മനുഷ്യരിലെ മൃഗീയതകൾ. എന്താണ് ഇതിന്റെ കാരണം? ഭക്ഷണത്തിന്റെ അഭാവമാണോ? കലാലയങ്ങളുടെ കുറവാണോ? വിദ്യാഭ്യാസത്തിന്റെ പരാജയമാണോ? ധരിക്കുന്ന വസ്ത്രത്തിന്റെ പരാജയമാണോ? അല്ല. ഒരു കാലഘട്ടത്തിന്റെ ക്ഷാമമായ അന്തരീക്ഷങ്ങളെ തള്ളി നീക്കിക്കൊണ്ട് എവിടെയും സമൃദ്ധിയുടെയും സുഖലോലുപതയുടെയും അരങ്ങായി മനുഷ്യജീവിതം മാറിക്കൊണ്ടിരിക്കുമ്പോൾ സാമൂഹികമായിരിക്കുന്ന പരിഷ്കരണങ്ങളും അതുപോലെ തന്നെയുള്ള എല്ലാ മാറ്റങ്ങൾക്കും നമ്മുടെ ഭാരതം സാക്ഷ്യം വഹിക്കുമ്പോൾ ഒന്നറിയണം, മനുഷ്യൻ എവിടേക്കോ മൃഗമായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം? ശാസ്ത്രത്തിന്റെ കുഴൽ കണ്ണാടിക്ക് പിടികിട്ടാത്ത ഒരു സനാതന സത്യം മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്താണ് ആ സത്യം? ആ സത്യമാണ് മനുഷ്യനെ മൃഗമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സത്യത്തിന്റെ പേരാണ് പാപം. എന്താണ് പാപം? പാപം ഒരു അവയവമല്ല. മനുഷ്യനെ കൊണ്ട് നീചപ്രവർത്തികൾ ചെയ്യിക്കുന്ന, മദ്യപിക്കുന്ന, അസാൻമാർഗികതയിലേക്ക്, ആക്രമണങ്ങളിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, മോഷണത്തിലേക്ക് അവരെ കാന്തികമായി വലിച്ചടിപ്പിക്കുന്ന ആ നികൃഷ്ടമായ സ്വഭാവ വൈകൃതങ്ങളുടെ ആരൂപം, ആ പ്രതിഭാസത്തിന് ബൈബിൾ കൊടുക്കുന്ന പേരാണ് പാപം. പാപം എന്ന് പറയുന്നത് പെന്തക്കോസ്തരായ ഞങ്ങളുടെ പ്രഭാഷണത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയത് ആരെങ്കിലുടെയൊക്കെ ജീവിത മോശാനുഭവങ്ങളെ അടിച്ചമർത്താൻ ഞങ്ങൾ കണ്ടെത്തിയ പദമല്ല ഈ പാപമെന്ന് പറയുന്നത്. പാപമുണ്ടെന്ന് ഞങ്ങൾ മാത്രമല്ല, മനുഷ്യ ജീവിതത്തിന്റെ നിത്യസംഭവങ്ങൾ പറയുന്നു പാപമുണ്ട്. ഇവിടെ നിരവധി കടകമ്പോളങ്ങൾ ഞങ്ങൾ കാണുകയാണ്. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് പിറകിലായി കാണാത്ത ഒരു വലിയ ആശയം എഴുതി ഓരോ കടയുടെയും ഭിത്തിക്ക് തൂക്കിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കേട്ടിട്ടില്ലേ, വായിച്ചിട്ടില്ലേ? നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഇവിടെയുള്ള മെഡിക്കൽ സ്റ്റോറുകളില്, ഇവിടെയുള്ള പച്ചക്കറിക്കടയില്, തുണിവിക്കുന്ന കടയില്, എന്തിനേറെ ശവപ്പെട്ടിക്കടയിൽ വരെ എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ജോലിക്ക് പോകുന്ന ഭർത്താവ് വീട്ടിൽ ക്യാമറ മേടിച്ചു വെച്ചിട്ട് പോകുന്നു. എന്തിനാ? ഞാൻ ചോദിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഭാര്യയോടുള്ള വിശ്വാസക്കുറവൊന്നുണ്ടൊന്നുമല്ല, ചില സംശയങ്ങൾ. ഇതൊക്കെ എന്താണ് വിളിച്ചറിയിക്കുന്നത്? സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ അനുകൂലമായി വന്നാൽ മനുഷ്യൻ തെറ്റിലേക്ക് അകപ്പെടുമെന്ന് എഴുതിക്കൊടുക്കാതെ ഹൃദയത്തിനകത്തളത്തിൽ ഒരു ചിന്താഗതി നിറഞ്ഞു നിൽക്കുകയാണ്. ആ ചിന്താഗതിയുടെ പേരാണ് പാപമെന്ന് പറയുന്നത്. പാപമാണ് മനുഷ്യനെ മൃഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ പാപത്തിന്റെ പിൻബലത്തിൽ മനുഷ്യൻ മൃഗമായിത്തീരുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്? കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഒഴുകുന്ന വിഷദ്രാവകം, അതിന്റെ പേരാണ് മദ്യം. മലയാളിക്കൊന്ന് ചിരിക്കണമെങ്കിലും കരയണമെങ്കിലും മദ്യം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം, വീടുകൾക്കകത്ത് അച്ചടക്കമില്ലാത്തവർ ബീവറേജിന് മുമ്പിൽ കാണിക്കുന്ന അച്ചടക്കം കാണുമ്പോൾ ഇതൊരു വൈരുദ്ധ്യമല്ലേ എന്ന് തോന്നാറുണ്ട്. പല മേഖലകളിൽ ക്ഷമയോടെ പലയിടത്തും പെരുമാറാൻ കഴിയാത്തവർ ബീവറേജിന് മുൻപിൽ അച്ചടക്കത്തോടെ നിൽക്കുമ്പോൾ ഇതൊരു വൈരുദ്ധ്യമാണെന്ന് തോന്നാറുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ശ്രദ്ധിക്കണം, മേടിച്ചു കൊണ്ടുവരുന്ന സാധനം കയ്യിലിരിക്കുമ്പോൾ കുഴപ്പമില്ല, കയ്യിലിരിക്കുന്ന സാധനം അകത്ത് ചെല്ലുമ്പോൾ അവൻ മൃഗത്തെക്കാൾ അതപ്പതിക്കുകയാണ്. ഈ അതപ്പതിച്ച നികൃഷ്ടമായ മദ്യപാനത്തിൽ ആസക്തികളെ കണ്ടുകൊണ്ട് ബൈബിൾ ചോദിക്കുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനല്ലേ? പകൽ എല്ലാവരും അങ്ങയെ സാറേനാ വിളിക്കുന്നത്. രാത്രിയുടെ മറവിൽ നാട്ടുകാർ
സാറേ എന്ന് വിളിച്ച് അതരം പലപ്പോഴും നിങ്ങളുടെ മോശമായ സാഹചര്യങ്ങൾ കണ്ടാൽ പലപ്പോഴും ആ നാവെടുത്ത് സാറേ എന്ന് വിളിച്ചല്ലോ എന്ന് തോന്നുമാറും. കാരണം ഇരുട്ടിന്റെ മറയിൽ കുടിച്ചു കൂത്താടുന്ന ഒരു ചരിത്രമല്ലേ സ്നേഹിത താങ്കളുടെ ജീവിതത്തിലെ മുഖമുദ്ര? കൈപിടിച്ചുകൊണ്ട് വന്ന ജീവിത സഖിക്ക് നീ ഒരു ശാപമല്ലേ? ആ പെൺകുട്ടിയുടെ സ്വപ്നങ്ങളല്ലേ ആദ്യ രാത്രിയിൽ നിന്റെ നികൃഷ്ടമായ മദ്യപാനത്തിന്റെ ആസക്തി കൊണ്ട് കൊഴിഞ്ഞു വീണത്? നാടുകൾ കൊണ്ട് പേറിയ സ്വപ്നങ്ങളെ കാറ്റിൽ പറത്തി കുടുംബത്തിനകത്ത് മൃഗീയമായ ഈ അനുഭവങ്ങൾ കാഴ്ചവെക്കുന്ന താങ്കളെ ഭരിക്കുന്നത് പാപമാണെന്ന് എന്നെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് പാപമാണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. മദ്യപിക്കുന്നത് പാപമാണോ? മദ്യപിക്കുന്നത് പാപമല്ലെങ്കിൽ എന്തിനാണ് ബീവറേജിന് മുമ്പിൽ നിൽക്കുമ്പോൾ തലയിൽ ഹെൽമറ്റ് വെച്ചിരിക്കുന്നത്? മദ്യപിക്കുന്നത് പാപമല്ലെങ്കിൽ എന്തിനാണ് മറ പിടിച്ചുകൊണ്ട് ആ ബീവറേജിന് മുമ്പിൽ നിൽക്കുന്നത്? മദ്യപിക്കുന്നത് പാപമല്ലെങ്കിൽ എന്തിനാണ് മേടിച്ച് ഷർട്ടിന്റെ ഇടയിൽ ഒളിപ്പിച്ചുകൊണ്ട് വരുന്നത്? തന്റെ ഇടമുണ്ടോ കയ്യിൽ പിടിച്ചുകൊണ്ട് തെരുവിൽ കോരി വരാൻ? ഇല്ല, മനസ്സാക്ഷി അനുവദിക്കില്ല. മനസ്സ് മന്ത്രിക്കുന്നത് തെറ്റാണെന്ന്. കുടിക്കുന്നത് തെറ്റല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് വരുന്ന മദ്യം വീട്ടിൽ വന്നിട്ട് ഭാര്യയ്ക്ക് കൊടുക്കുമോ? കൊടുക്കില്ല. കൊടുത്താൽ നിങ്ങൾക്കറിയാം നിങ്ങളെക്കാൾ നല്ലവണ്ണം ഭൂമി നിങ്ങളുടെ ഭാര്യ നിൽക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, വലിച്ചുവിടുന്ന ബീഡിക്കുറ്റി തീർന്നല്ലോ, ഏതാനും കൊച്ചിന് കൊടുക്കാന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു അപ്പൻ ബീഡിക്കുറ്റി തലമുറയുടെ വായിൽ കത്തിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരു സംഭവം ഞാൻ പറയാം. തലമുറയെ കാണാൻ വേണ്ടി ആവേശത്തോടെ തലമുറയുടെ മുമ്പിൽ ബീഡിയുടെ പുക കൊണ്ട് ഉഴുന്നുവട വിട്ട് രസിക്കുന്ന അപ്പന്മാരുണ്ട്. പണിക്ക് പോകുമ്പോൾ തലമുറ ബീഡിക്കുറ്റി എടുത്തു വെച്ച് നീ അറിയാതെ എവിടൊക്കെയോ നിന്റെ തലമുറയും ഈ ബീഡിക്കുറ്റി ആസ്വദിക്കുമെന്നുള്ള സത്യം മനസ്സിലാക്കാതെ പോകരുത്. അബദ്ധം പറ്റിയൊരു സമൂഹം ഇതുപോലെ ഈ ഭൂമിയിൽ മറ്റൊരു വിഭാഗമില്ല. പണ്ടൊരു മനുഷ്യൻ ഷാപ്പിൽ കയറി മദ്യപിച്ചു. അപ്പോഴാണ് സ്നേഹമുണ്ടായത്, തലമുറകളെന്നുള്ള ചിന്തയുണ്ടായത്. അടുത്ത് കണ്ട ചായക്കടയ്ക്കറി 2-3 പരിപ്പോട മേടിച്ച് പൊതിഞ്ഞ് അദ്ദേഹം മടിയിൽ തിരികി. മദ്യത്തിന്റെ ആസക്തികൾ അദ്ദേഹത്തിന്റെ ബോധത്തെ മറച്ചു കളഞ്ഞു. ചെരുപ്പിൽ നിന്ന് കാലുകൾ പറഞ്ഞ് അടുത്ത് കണ്ട ഒരു ഓടയിലേക്ക് മനുഷ്യൻ ഉരുണ്ടു വീണു. മടിയിൽ തിരിയിരിക്കുന്ന പരിപ്പോടകൾ 4 ഭാഗത്തേക്ക് തെറിച്ചുപോയി. ആരോ തന്നെ അടിച്ചിട്ടെന്നുള്ള ആവേശത്തോടെ പറഞ്ഞു, ആരാണ് എന്നെ അടിച്ചതൊക്കെ പറഞ്ഞ് അസഭ്യം പുലപ്പിക്കൊണ്ട് ഏതായാലും താഴെ കിടക്കുന്ന പരിപ്പോട കഴിച്ചേ പോകുന്നില്ലെന്ന് പറഞ്ഞ് താഴെ കിടക്കുന്ന പരിപ്പോട എടുത്ത് കടിച്ചിട്ട് അദ്ദേഹം പറയുക, പരിപ്പോട കഴിക്കുകയാണെങ്കിൽ താഴെ ഇട്ടേച്ച് കഴിക്കണം, അത് പപ്സ് പോലെ. അദ്ദേഹം കഴിച്ചതേ ഒരു ചൊറിത്തവളയായിരുന്നു. എന്തൊരു വിരോധാഭാസമായത്! ചില നാളുകൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഒരു പ്രസംഗം കഴിഞ്ഞ് വണ്ടി വരുമ്പോൾ എന്റെ മനസ്സിനെ വേദനിപ്പിച്ചൊരു സംഭവമുണ്ട്. സുന്ദരനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കയ്യിലെടുത്ത് വണ്ടി കയറിയപ്പോ മനസ്സിലായി നിൽപ്പ് പന്തിയല്ല, കാലുകൾ താഴെ ഉറയ്ക്കുന്നില്ല. ആ വണ്ടി വളരെ വേഗത്തിൽ കോട്ടയത്തെ ലക്ഷ്യമാക്കി പാഞ്ഞു പോകുമ്പോൾ ആ ചെറുപ്പക്കാരൻ പുറകോട്ട് ഉരുണ്ടു വീണത് ഡോറിന്റെ ഭാഗത്തേക്ക് തലയടിച്ച് വീഴുകയാ. വീട്ടിലൊരു ഭാര്യ കാത്തിരിപ്പുണ്ട്. അപ്പനിപ്പോ അപ്പം കൊണ്ടുവരുമെന്ന് കരുതി തലമുറ കാത്തിരിക്കുക. അപ്പൻ ഇവിടെ കിടക്കി ഓടയിൽ വീടുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ സ്നേഹിത? ഉണ്ട്. ഫലിതകരമായി കുറെ പ്രയോജനമുണ്ട്. കുടിക്കുന്ന നിനക്ക് കിട്ടുന്ന പ്രത്യേകത അല്ലെങ്കിൽ മഹത്വം എന്ന് പറയുന്നത് ഒരിക്കലും തലമുടി നരയ്ക്കുകയില്ല. 2, വീട്ടിൽ കള്ളം കയറില്ല. 3, കിടക്കാൻ പാ വേണ്ട, കട്ടിൽ വേണ്ട. വീട്ടിൽ എല്ലാ ദിവസവും പുതിയ പാത്രം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരുമാതിരിപ്പെട്ടതൊക്കെ ചെറുപ്പത്തിലെ കുടി തുടങ്ങിയത് കൊണ്ട് തല നരയ്ക്കുന്നതിന് മുമ്പ് പെട്ടിക്കകത്ത് കയറും. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടതിന്റെ ഒന്നും തല നരയ്ക്കുകയല്ല. 2, വീട്ടിൽ കള്ളം കയറുകയല്ല. ചെറുപ്പത്തിൽ തുടങ്ങിയ കുടി ആയതുകൊണ്ട് കുടിച്ചു ഹൃദയം കരണമെല്ലാം അരിപ്പയായി. ചുമ പിടിച്ചിരിക്കുമ്പോൾ കള്ളം പറയും, ആരും ഉറങ്ങിയിട്ടില്ല, വാ പോയേക്കാം. കുടിക്കുന്ന നിനക്കിട്ടുന്ന 3ാമത്തെ പ്രത്യേകത, വീട്ടിലെന്നും പുതിയ പാത്രം മേടിക്കാം. നീ കുടിച്ചേച്ചു വന്ന് ഓരോ പാത്രം തല്ലിപ്പൊട്ടിക്കും. അണ്ണാച്ചിമാരോട് നിന്റെ ഭാര്യ ഓരോ പാത്രം മേടിച്ചുകൊണ്ടിരിക്കും. 3, 4 കിടക്കുന്നവർക്ക് കുടിക്കുന്നവർക്ക് കിടക്കാൻ കട്ടില് വേണ്ട. കുടിക്കുന്ന നിങ്ങൾ ഓടയിലല്ലേ കിടക്കുന്നത്, നിങ്ങൾക്ക് എന്തിനാ കട്ടില്? സ്നേഹിത, വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ പോലും മൂക്കത്ത് കൈവച്ച് പറയല്ലേ, ഞങ്ങളുടെ സമൂഹത്തിൽ പോലും ഇല്ലല്ലോ ഇത്ര അതപ്പതിച്ചൊരു സംസ്കാരം. ഈ അതപ്പതിച്ച സംസ്കാരത്തെ കണ്ടിട്ടാ ബൈബിൾ പറഞ്ഞത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേക